ഈ ഒരു വട്ടം കൂടി അമ്മയോട് ക്ഷമിക്കേ. അമ്മേ, അമ്മേ. നിത്യ, റിയലി സോറി. മറ്റാരെന്തൊക്കെ പറഞ്ഞാലും തന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാനിത് ചെയ്തത്. ഞാൻ സ്വാർത്ഥനാ. ഞാൻ പോസസീവാ. അതുകൊണ്ട് മാത്രം അമ്മയോടൊന്ന് ക്ഷമിക്കാൻ പറ. ജ്യോതി മോളെ, എങ്കിലും ഒന്ന് അമ്മയോട് പറയണേ. അമ്മേ, അമ്മ എന്നെ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മ പറ. അത് എത്ര കഠിനമാണെങ്കിൽ ഞാൻ ചെയ്തോളാം. ശരവണ, അമ്മയോടൊന്ന് പറയടാ. പോങ്ക സാർ, മുരുക. നിന്നെ ഇനി ആര് വിശ്വസിക്കാനാടാ? ഭാര്യ വിശ്വസിക്കില്ല, അമ്മ വിശ്വസിക്കില്ല, പെങ്ങള് വിശ്വസിക്കില്ല, ഈ വീട്ടിലെ ആരും വിശ്വസിക്കില്ല. നിന്റെ കൂടെ ജീവിക്കുമ്പോ എപ്പോഴും ഞങ്ങളുടെയൊക്കെ മരണം ഉണ്ടാവുകയെന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാ നിന്നെ. ഇനി നീ തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ ചെയ്യും. പക്ഷെ എന്റെ നിത്യമോൾക്ക്, അവൾക്ക് നൊന്തോന്നൊരു വാക്ക് അവൾ പറഞ്ഞു. ഇനി ഒരു ചോദ്യം ഉണ്ടാവില്ല. നിന്റെ തല ഞാൻ തകർക്കും. നിനക്ക് ജീവൻ തന്നതുപോലെ അത് ഞാൻ തിരിച്ചെടുക്കും. എന്റെ മുമ്പിൽ നിന്ന്
കൺമുമ്പിൽ ഇത്രയും നടക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി നീ സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഊഹിക്കാം. എന്നിട്ടും ഒന്നും പറയാതെ നടക്കുന്നില്ല, പ്രതികരിക്കാതെ നടക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന നിന്നോട് എനിക്ക് ദേഷ്യം തന്നെയാ. എനിക്ക് വേണ്ടി കുടുംബത്തിൽ എല്ലാവരോടും തട്ടിക്കേറുന്നില്ല. ആ കാര്യത്തില് എനിക്ക് അമ്മയോട് ദേഷ്യം. മോളെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ധൈര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സഹിക്കാനുള്ളവളാണ്, അനുഭവിക്കാനുള്ളവളാണ് പെണ്ണെന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ ചട്ടങ്ങളാണ്. ഇന്ന് നിങ്ങൾ സ്ത്രീകൾ ഈക്വാലിറ്റിയെക്കുറിച്ച് വളരെ ഉറക്കെ സംസാരിക്കുന്ന സമയമാണ്. മനസ്സിലൊരു പ്രതികരണം തോന്നിയാൽ അത് അപ്പൊ തന്നെ വിളിച്ചു പറയണം. നിനക്ക് പ്രതികരിച്ച് തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ മറ്റുള്ളവരോട് പറയുകയും വേണം. മോള് പ്രതികരിക്കാതിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ രഘുവേട്ടാ? കടവുളെ, എന്നെ സന്തോഷം കെടുത്താതിരിക്കാൻ വേണ്ടി. അമ്മയെ സന്തോഷിപ്പിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണത്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്നു കയറി എനിക്ക് വേണ്ടി അമ്മ ഇത്രയൊക്കെ ചെയ്യുമ്പോ അതിൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്? கடவுளே, இந்த பாசம் ஜீவன் சாருக்கு தெரியாம போயில்ல. മുരുകാ, മോളെ, നിനക്കിപ്പോ അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ. ഞങ്ങൾ പട്ടാളക്കാർക്ക് അറിയാവുന്നൊരു രീതി, ഒരാളൊരു വലിയ കുറ്റം ചെയ്ത കുറ്റവാളിയെ നീതി ചോദിക്കുന്നവരെയും ഏറ്റവും വലിയ നീതിപീഠത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. അച്ഛന് കയ്യെത്താവുന്ന ഏറ്റവും വലിയ നീതിപീഠം നിന്റെ അമ്മയാ. ഈ അമ്മയുടെ കൈകളിൽ നീ സുരക്ഷിതയാണ്. എന്താ അത്? മ്യൂച്വൽ ഡിവോഴ്സിനുള്ള അപേക്ഷ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഹരിയേട്ടൻ കൂടെ ഒപ്പിട്ട് അതങ്ങ് കൊടുക്കാം. ഈ മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? രണ്ടുപേരും ഒരേ മനസ്സോടെ ആവശ്യപ്പെടുന്ന ഡിവോഴ്സ്. ഇത് നിന്റെ താല്പര്യത്തിന് മാത്രം ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് അങ്ങനെ ഒരു പേര് വരുന്ന എങ്ങനെ? കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ തർക്കിക്കാൻ നിൽക്കുന്നേ? ഒരു കാര്യം തുടർച്ചയായി ആവശ്യപ്പെട്ടതുകൊണ്ട് എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നിറം മാറാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. വെറുതെ ഇങ്ങനെ തർക്കിക്കണ്ട. ഒപ്പിടാൻ പറഞ്ഞ ഒപ്പിട്ടാ മതി. ഭീഷണിയാണോ? അമ്മാവന്റെ വാക്കുകൾ അനുസരിച്ച് ഞാൻ തലകുനിച്ച് നിൽക്കാറുണ്ട്. പക്ഷെ വേറെ ആരുടെയും ഭീഷണിക്ക് ഇതുവരെ ഞാൻ വഴങ്ങിയിട്ടില്ല. എന്താ ഹരിയേട്ടൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടെന്ന് 1000 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? 1000 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ 1000 തവണ ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നിന്നെ മോഹിച്ചിട്ടോ നിനക്കെന്തെങ്കിലും മാറ്റം വരുമെന്നോ കണ്ടിട്ടല്ല ഞാൻ ഇതിന് സമ്മതിക്കാത്തത്. പ്രശ്നം നിന്റെ കുഞ്ഞ. അതിനെ കാണണമെന്നും അത് നല്ല രീതിയിൽ ജീവിക്കണമെന്നാ അമ്മാവന്റെ ആഗ്രഹം. ശരി, സമ്മതിച്ചു. എന്റെ കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ ജനിക്കും, നല്ല രീതിയിൽ തന്നെ ജീവിക്കും. അതിനുള്ള എല്ലാ തീരുമാനവും ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഇത് മുടക്കണ്ട. കുഞ്ഞിനെ നോക്കിക്കൊള്ളാന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ? ഉണ്ട്, 100% ഉണ്ട്. എങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ ആ കുഞ്ഞ് പിറക്കട്ടെ. കുഞ്ഞ് പിറക്കുന്ന അതേ ദിവസം ഞാൻ ഈ പേപ്പറിൽ ഒപ്പിട്ടുതരാം. അതുവരെ ഇതിനെക്കുറിച്ചൊരു ചോദ്യമോ ചർച്ചയോ ഉണ്ടാവാൻ പാടില്ല.
കുഞ്ഞ് ജനിച്ച അപ്പൊ തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുമെന്ന് ഉറപ്പാണോ? എനിക്കൊരൊറ്റ വാക്കേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ പറഞ്ഞ വാക്കുകൾ ആരോടും പാലിക്കാതിരുന്നിട്ടുമില്ല. എങ്കിൽ ഞാൻ സമ്മതിച്ചു. അവസാനം വാക്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്ന നിന്റെ വാക്കിന് എന്തെങ്കിലും വ്യത്യാസം വരാതിരുന്നാ മതി. ആരോഗ്യത്തോടെ കുഞ്ഞ് ജനിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അതുവരെ നിന്റെ രീതികളിൽ എന്തെങ്കിലും മാറ്റം വരികയോ കുഞ്ഞിന് ദോഷം വരികയോ ചെയ്താൽ പിന്നെ നീ ഇതൊരിക്കലും മോഹിക്കണ്ട. ജ്യൂസിൽ ചേർത്ത മരുന്നിന്റെ അളവ് കുറഞ്ഞു പോയതാണോ അതോ എന്തെങ്കിലും കൈപ്പിഴ പറ്റിയതാണോ? പറ്റി. ഞാൻ ചത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായാലും നിങ്ങളോട് എനിക്ക് തീർത്ത നന്ദിയുണ്ട്. നന്ദിയോ? എന്തിന്? എന്റെ ജീവിതം നരകമാക്കിയ ഒരാൾക്ക് നന്ദി പറയാതിരിക്കുന്നത് എങ്ങനെയാ? കുടുംബത്തിലുള്ളവര് പറഞ്ഞു, ചുറ്റുപാടുള്ളവര് പറഞ്ഞു, മനസ്സിൽ ഇത്രയും ക്രൂരത സൂക്ഷിക്കുന്ന ഒരാളുടെ ഭാര്യ പദവിയിലേക്ക് പോവരുതെന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. എങ്ങനെ വിശ്വസിക്കും? അത്രയ്ക്കും ഗംഭീരമായിരുന്നില്ലേ നന്മ നിറഞ്ഞ മകനായി നിങ്ങൾ തകർത്തഭിനയിച്ചത്? സ്വന്തം മകന്റെ നേരെ തോക്ക് ചൂണ്ടേണ്ടി വരുന്ന ഒരമ്മയുടെ ഗതികേട് ആലോചിച്ചു നോക്കണം. അവരുടെ ഉള്ളിൽ എത്ര കരയുന്നുണ്ടെന്ന് ചിന്തിക്കണം. എന്നെ സ്നേഹിക്കേണ്ട, എനിക്കൊരു പരിഗണന നിങ്ങൾ തരണ്ട. പക്ഷെ അച്ഛനോടും അമ്മയോടും അല്പം പരിഗണനയെങ്കിലും നിങ്ങൾ കാണിക്കണം. ഞാനൊരു ക്രിമിനൽ, ഞാനൊരു സാഡിസ്റ്റ്, അതല്ല നീ പറഞ്ഞു വരുന്നത്? നിങ്ങൾ സാഡിസ്റ്റ് ആണെന്നുള്ളതിന് ഇതിനേക്കാളും വലിയ തെളിവ് എന്താ വേണ്ടത്? നിങ്ങൾ കണ്ടതും മനസ്സിലാക്കിയതും അല്ല ജീവിതം. അന്തസ്സുള്ള ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, ഈ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെ കണ്ട് പഠിക്കണം. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്? വഴിയിലൂടെ പോന്ന ഒരു പുരുഷനെ കണ്ട അയാളെ ഞാൻ മോഹിക്കുന്നോ? അയാളെ ഞാൻ മുറിയിലേക്ക് വിളിച്ചു കയറ്റുമെന്നോ? സ്വന്തം അമ്മയെ കുറിച്ച് ചിന്തിക്കോ? അങ്ങനെ സ്വന്തം പെങ്ങളെ കുറിച്ച് ചിന്തിക്കോ? പിന്നെ താലി കെട്ടിയ പെണ്ണിന് മാത്രം എന്താ പ്രത്യേകത?
സാറയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നു. എന്റെ ചെറിയച്ഛനെ മകനെ അടിച്ച് പരിക്കേൽപ്പിക്കുന്നു. എന്റെ കഴുത്തിൽ നിന്നും മാല പൊട്ടിക്കാൻ കള്ളനായിട്ട് വന്നതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ മണ്ടിയാണെന്ന തോന്നല് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട. ഒരു കുടുംബത്തിന്റെ അകം ശുദ്ധമായിരിക്കാൻ വേണ്ടി പലതും ഒരു പെണ്ണ് സഹിക്കും. അതേ പെണ്ണിന് ആളെ മുട്ടെ തിരിച്ച് കടിക്കാനും അറിയാം. അനുസരണയുള്ള ഭാര്യയായി സ്നേഹത്തോടെ നിങ്ങൾക്ക് വെച്ച് വിളമ്പി നിങ്ങളുടെ ചുറ്റുമുള്ളവരോടൊപ്പം ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചവളാ ഞാൻ. പക്ഷെ അതെല്ലാം നിങ്ങൾ അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾ എന്നെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. ഓർത്തോ? എങ്ങോട്ടാ? ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോകുന്നു. പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. എന്റെ മനസ്സിന് സമാധാനം കിട്ടിയെന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോ. നീ ഒരിടത്തും പോകുന്നില്ല. കൈയെടുക്ക. കൈയെടുക്കാനാ പറഞ്ഞത്. തടഞ്ഞു നിർത്തണമെങ്കിൽ അതിനുള്ള അന്തസ്സുണ്ടാവണം. അതുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചു നോക്ക്. അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. നന്നായി. വേണമെങ്കിൽ മോളോട് പൊയ്ക്കോളാൻ പറയാൻ അമ്മ തീരുമാനിച്ചതായിരുന്നു. തിരിച്ചു വരില്ലേ നീ? ഞാൻ ലോകത്ത് എവിടെ പോയാലും അമ്മയ്ക്കടുത്തേക്ക് ഞാൻ തിരിച്ചെത്തും.
സോറി മോളെ. അമ്മയ്ക്കും നിന്നോട് വേറെ എന്താ പറയാൻ പറ്റും? വേണ്ടമ്മേ, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യത്തില് അമ്മ മാത്രം കുറ്റക്കാരിയെ പോലെ സംസാരിക്കണ്ട. എനിക്കെന്തോ എല്ലാം ഒന്ന് പൊരുത്തപ്പെടാൻ എന്റേതായിട്ട് കുറച്ച് സമയം വേണമെന്ന് തോന്നി. അത് അമ്മയെ വിഷമിപ്പിക്കാനൊന്നുമല്ല. പോയിട്ട് വാ. ഞാൻ ശരവണനോട് വണ്ടി എടുക്കാൻ പറയാം. വേണ്ടമ്മേ, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഒരു കൊതി സൗകര്യങ്ങളുടെ നടുവിലേക്ക് വന്നപ്പോ പഴയതൊക്കെ മറന്നുപോയി എന്നൊരു തോന്നല്. എനിക്കെന്നും അതൊക്കെ തന്നെയാണ് പ്രിയം. അത് മതി. കൈക്കോ കാലിനോ ആണ് മുറിവേറ്റതെങ്കിൽ മരുന്ന് പുരട്ടി തരാൻ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നു. അത് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാൻ. അമ്മ വിളിക്കാം.